ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫൈഹാസ് മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പറായിട്ടുള്ള ഒരു അവോക്കാഡോ കേക്കാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയും. ഈ അവോക്കാഡോ വെച്ചിട്ടാണ് ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അവോക്കാഡോ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അവോക്കാഡോ കേക്കിന് വേണ്ടിയിട്ടുള്ള ഞാൻ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇത്രയും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മളിത് അരിച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരു റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടറാണ്. 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ പൗഡർ. ഇതൊന്ന് ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ബട്ടറും ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട്, പിന്നെ ഞാൻ ഹൈ സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് യോക്ക് വേറെ വൈറ്റ് വേറെ ഒന്നും സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇത്. ഇനി അതിലേക്ക് ഞാൻ ഒരു അവോക്കാഡോ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിതിലേക്ക് അവോക്കാഡോ പേസ്റ്റ് ചെയ്തത് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവോക്കാഡോ പേസ്റ്റും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശായിട്ട് ആഡ് ചെയ്യാം. കുറേശ്ശെ വേണം നമ്മളിത് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. അപ്പോൾ നമുക്കൊരു 3 ബാച്ചൊക്കെ ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇത് ഞാൻ കുറച്ച് മൈദയിൽ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ താന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ മൈദ മിക്സ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അത് കേക്കിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി അത് അധികം ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് നമ്മളെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ കേക്ക് ടിന്ന് ഞാൻ ആദ്യം തന്നെ ഇവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ പ്രഷർ കുക്കറിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ ആദ്യം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അതിന് മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു തട്ട് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും റീയൂസ് ചെയ്യാൻ പറ്റും. ബേക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. വിസിലിടാതെ വേണം നമ്മളിതൊരു വിസിലിടാതെ 45 മിനിറ്റ് ബേക്ക് ചെയ്യുക. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഒരു 40-45 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവക്കാഡോ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാനിത് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നിങ്ങളും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തിരിച്ചിടാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സൈഡൊക്കെ നന്നായിട്ട് നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഗ്ഗൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കൊക്കെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഐസിങ് ചെയ്തിട്ടോ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ അത്ര ഷുഗറിനോടൊന്നും അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഐസിങ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നട്ട്സ് ഒന്ന് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ടുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നത്. താന്ന് പോവാതെ തന്നെ നമുക്ക് വന്നിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് പുറത്തിപ്പോൾ ഈ ഒരു ഷെയ്ഡാണ്, ഇതിൻ്റെ ഉള്ളിൽ നല്ല കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ഈ അവോക്കാഡോൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ കേക്കിന്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.